വിവരം പുറത്തുവരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പരിഗണിക്കാനായി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. അതിൽ 5 വനിതാ ജഡ്ജിമാരുണ്ടാകും എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം സിനിമാ മേഖലയെ ഏത് തലത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചു കുലുക്കിയത് എന്നുള്ളത്. അതിനുശേഷമുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ വനിതകളുടെ പരാതികൾ സ്വീകരിക്കാനുള്ള പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു എന്ന വിവരവും ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പരിഗണിക്കാനായി ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇതിന്റെ പൂർണ്ണരൂപം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹൈക്കോടതിയെ സീൽ വെച്ച കവറിൽ നൽകണം എന്ന നിർദ്ദേശം നൽകിയ പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ഇതിന്റെ പൂർണ്ണരൂപം നൽകേണ്ടി വരും. ഇന്ന് വീണ്ടും ആ കേസ് പരിഗണിച്ചപ്പോഴാണ് പ്രത്യേക ബെഞ്ച് ഇതിനായി രൂപീകരിക്കണം എന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. അങ്ങനെ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ചുവടുവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇതിൽ പേരുള്ള നിരവധി നടന്മാരുണ്ട് എന്ന് മനസ്സിലാകുന്നു. നടിമാർ മൊഴിയായി നൽകിയ നിരവധിയായ ആരോപണങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് പ്രസക്തമാവുകയാണ്. നിയമപരമായി തന്നെ ഈ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള വാദം കോടതി നേരത്തെ തന്നെ പറഞ്ഞ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ വനിതാ ജഡ്ജിയെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ബെഞ്ച് ഹൈക്കോടതി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് രൂപവൽക്കരിക്കുന്നു എന്നത് ഈ കേസിന്റെ നാൾ വഴികളിൽ വളരെ നിർണായകമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വാദം കേൾക്കാനായി വനിതാ ജഡ്ജിയും ഉണ്ടാകും. നേരത്തെ സർക്കാരോട് ആവശ്യപ്പെട്ടത് മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകണം എന്നുള്ളതാണ്. സർക്കാർ നമുക്കറിയാം ചില ഭാഗങ്ങൾ മാത്രമാണ് പ്രസിദ്ധീകരിച്ചത്. എല്ലാ ഭാഗങ്ങളും പുറത്തു വന്നിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ചില ഭാഗങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി, ചില ഭാഗങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇവിടെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം. നമുക്കറിയാം ദേശീയ വനിതാ കമ്മീഷനും ഇതിന്റെ പൂർണ്ണ രൂപം ആവശ്യപ്പെട്ട സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. മുദ്രവെച്ച റിപ്പോർട്ട് കൂടി പരിഗണിക്കുമ്പോൾ ഈ കോടതി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി വരുന്നത്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള കോടതിയുടെ ഇടപെടൽ അതിന് നിർണായക ഘട്ടത്തിൽ തന്നെയാണ് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുന്നു. വനിതാ ജഡ്ജി അടക്കം ഈ വിഷയത്തിൽ ഈ ബെഞ്ചിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുകയാണ്. മുദ്രവെച്ച റിപ്പോർട്ട് സർക്കാർ നൽകേണ്ടതുണ്ട്. സർക്കാർ 10-ന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണം എന്ന വിവരങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ചിനെ നിശ്ചയിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതാണ്. എല്ലാ പരാതികളും ഈ ബെഞ്ചിലേക്കാണ് പോവുക എന്നതിനോട് ചേർത്ത് വായിക്കണം. മുദ്രവെച്ച റിപ്പോർട്ടും ഇതിനകം പരിഗണിക്കും. ഈ ബെഞ്ച് തന്നെ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. വനിതാ ജഡ്ജിയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിർണായകമായ ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കോടതി ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെ കോടതി പരിഗണിക്കും. ഇതിൽ ഒരുപക്ഷെ ആരോപണ വിധേയരായ നടിമാരുടെ അടക്കം മൊഴി ഒരിക്കൽ കൂടി കോടതിക്ക് ഒരുപക്ഷെ കേൾക്കാനുള്ള സാഹചര്യം ഒരുങ്ങും. ഒപ്പം മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ നിരവധി നടന്മാരുടെ പേരുകൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന നിർണായകമായ ഒരു കാര്യമുണ്ട്. അതൊക്കെ പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ മാസം 10-ന് മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് നൽകേണ്ടി വരും എന്നതുകൂടി ചേർത്ത് വായിക്കണം. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കും എന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നത്. വിശാല ബെഞ്ച് ഈ വിഷയം പരിഗണിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രത്യേക ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്നു. വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് ഈ കേസുകൾ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യമായി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. 10 സർക്കാരിനോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുദ്രവെച്ച കവറിൽ എന്നുള്ളതാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇനി പ്രത്യേക ബെഞ്ചാകും പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. പ്രത്യേക ബെഞ്ച് പരിഗണിക്കും ഈ റിപ്പോർട്ട് എന്നുള്ളതാണ്. ഈ നിയമ പോരാട്ടത്തിന് ശേഷം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഏടായി ഇത് മാറുന്നു എന്നതുകൂടി ഇതിലൂടെ ചേർത്ത് വായിക്കണം. സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം കോടതി വ്യക്തമാക്കിയത് എന്നതുകൂടി മനസ്സിലാകുന്നുണ്ട്. സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിച്ചിരുന്നു. ഈ വിഷയത്തിലടക്കം ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനിടയിലാണ് ഈ കേസ് വിശാലമായ ബെഞ്ച് പരിഗണിക്കും എന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ്. ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസവും വരുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനുള്ളിൽ എന്തൊക്കെയാണ് ഈ കോടതിയുടെ രീതികൾ എന്നുള്ളതും കൂടി നോക്കണം. ഇപ്പോൾ വിശാല ബെഞ്ച് രൂപീകരിച്ചുകൊണ്ടാണ് കോടതി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. എം ജി മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ചരിത്രത്തിൽ ഇത് പുറത്തു വന്നതിന് ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നതാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു ബെഞ്ച് രൂപീകരിക്കുന്നതിലൂടെ ഈ റിപ്പോർട്ടിനെ അതിന്റെ എല്ലാ ഗൗരവവും പരിഗണിച്ച് കോടതി സമീപിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും, അതായത് സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. വനിതാ ജഡ്ജിമാർ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ബെഞ്ചിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ ബെഞ്ചായിരിക്കും ഈ ഒരു വിഷയങ്ങൾ പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ വനിതാ ജഡ്ജി അടങ്ങുന്ന ബെഞ്ച് പരിഗണിക്കുമ്പോൾ അതിൽ 5 ജഡ്ജിമാർ വനിതകളാണ് എന്നുള്ളതാണ്. അതായത് ആ ബെഞ്ചിൽ വനിതകൾ മാത്രമായിട്ടുള്ള ഒരു ബെഞ്ചാണ് ഈ ഒരു കേസ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും ഇതിന്റെ മേൽനോട്ടം വഹിക്കും. അങ്ങനെ പ്രധാനപ്പെട്ട രീതിയിൽ ഈ ഒരു വിഷയത്തെ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ നേരത്തെ മുദ്രവെച്ച കവറിൽ ഈ ഒരു ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളൊരു പരാമർശം നേരത്തെ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരുന്നു. സർക്കാരിനെ ഇത് അറിയിക്കുകയും ചെയ്തതാണ്. ആ റിപ്പോർട്ട് അടക്കം ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചതോടുകൂടി ആ ബെഞ്ച് ഇത് പരിഗണിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും വാദം കേൾക്കാൻ പ്രത്യേക ബെഞ്ചിനെ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നു. ബെഞ്ചിൽ വനിതാ ജഡ്ജിമാർ മാത്രമാണ് എന്നുള്ള ഏറ്റവും സുപ്രധാന വാർത്തയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഇതിനോടകം തന്നെ 19 കേസുകളാണ് കൊച്ചിയിൽ നിന്നും ഈ പല ഭാഗത്തു നിന്നായി ഇത്തരത്തിൽ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും ഒക്കെ ഉയർന്നു വന്നിരിക്കുന്നത്. ലൈംഗിക ആരോപണ കേസുകളുണ്ട്, മറ്റ് കേസുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിലും പല ആരോപണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നേരത്തെ ഈ വിഷയം ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഏത് പ്രശ്നങ്ങളുമുണ്ട് എങ്കിൽ പോലും തന്നെ അതിന് കൃത്യമായി കേസെടുക്കണം, അതിൽ കാലതാമസം ഉണ്ടാകാൻ പാടില്ല, കൃത്യമായി വിവരങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഏത് കൊമ്പന്മാരായാലും ഏതുന്നതനായാലും സംരക്ഷിക്കില്ല, അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയ. തുടരുക, സി എൻ പ്രകാശ് നിയമകാര്യ ലേഖകൻ ടെലിഫോൺ ലൈനിലുണ്ട്. മിഥുൻ, തുടരുക. സി എൻ പ്രകാശ്, ഏറെ നിർണായകമായ ഒരു തീരുമാനമാണ്. കേസ് ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ട് നൽകിയൊരു ഹർജി സജിമോൻ പാറയിലിന്റെ അത് പരിഗണിക്കവെയാണ് ഇത്തരമൊരു കാര്യം കോടതി വ്യക്തമാക്കിയതെന്ന് മനസ്സിലാകുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ഹർജികൾ ഹൈക്കോടതിയിൽ എത്തുകയും നേരത്തെ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടി രഞ്ജിനി സജിമോനും അടക്കമുള്ള ഒരു ഹർജി ആദ്യം വരികയും പിന്നീട് രഞ്ജിത്തിന്റെ അടക്കം മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി വരികയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു പ്രത്യേക ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന കേസുകളുമായി ബന്ധപ്പെട്ട് ഹർജികളുമായി ബന്ധപ്പെട്ടു അതിന്റെ നിയമവശങ്ങൾ കൂടി പരിശോധിക്കുന്നതിനും വേണ്ടി ഈ ഹർജികളെല്ലാം പ്രത്യേകമായി പരിഗണിക്കുന്നതിന് വേണ്ടി ഒരു ബെഞ്ച് രൂപീകരിക്കുന്ന കാര്യം ഹൈക്കോടതി ആലോചിക്കുന്നത്. വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന ബെഞ്ചായിരിക്കും രൂപീകരിക്കുക. ഈ ബെഞ്ച് ഈ ഹർജികളിലെ നിയമപ്രശ്നങ്ങളടക്കം സൂചിപ്പിക്കും. ഇന്നലെ തന്നെ സംവിധായകൻ രഞ്ജിത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ എടുത്ത നിലപാട്, അതായത് 2009 കേസാണ് 2013 IPC 354 വകുപ്പ് അമെന്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് IPC 354 വകുപ്പ് നോൺ ബെയിലബിൾ കുറ്റമാക്കിയത്. അതിനു മുമ്പ് 2009 അത് ജാമ്യം ലഭിക്കുന്ന വകുപ്പായിരുന്നു. അതുകൊണ്ട് ക്രിമിനൽ പശ്ചാത്തലത്തിൽ ക്രിമിനൽ നിയമങ്ങളിൽ മുൻകാല പ്രാബല്യമില്ലാത്തത് കൊണ്ട് തന്നെ ആണ് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന കുറ്റമാണ് 2009 354 എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ അതിന് നിലപാട് സ്വീകരിച്ചത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ആ ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. ഇത്തരം ഉള്ള നിയമവശങ്ങളെല്ലാം തന്നെ പ്രത്യേകമായി പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രത്യേക
ബെഞ്ച് രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിലേക്ക് ഹൈക്കോടതി നീങ്ങുന്നത്. ഇതിന്റെ ഒരു വശം ഇപ്പോൾ ഒരു വനിതാ ജഡ്ജി ഈ ബെഞ്ചിന്റെ ഭാഗമായിരിക്കും എന്ന് മനസ്സിലാകുന്നു. നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഈ വിഷയത്തെ ഗൗരവമായി സമീപിക്കാൻ പോകുന്നു കോടതി. വിശദമായി തന്നെ ഒരു വാദം കേൾക്കലും നിയമവഴികളും ഒക്കെ ഉണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ? തീർച്ചയായും ഈ വിഷയത്തിൽ നിരവധിയായ പരാതികൾ ഉയരുന്ന ഘട്ടമുണ്ട്. അതെല്ലാം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ ചൂഷണം, ലൈംഗിക അതിക്രമം, പുരുഷാധിപത്യം, തൊഴിൽ ഉണ്ടായിട്ടുള്ള വിവേചനങ്ങൾ, ഇത്തരം നിരവധിയായ പരാതികൾ ഉയരുന്ന പശ്ചാത്തലം കൂടിയാണ്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതമായ നീതിപീഠം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് മാറുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മൂന്നാറുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ചുണ്ട്. ഒപ്പം തന്നെ മാലിന്യ പ്രശ്നങ്ങൾ, ബ്രഹ്മപുരത്തെ തീപിടുത്തമടക്കമുള്ള മാലിന്യ പ്രശ്നങ്ങൾ, അക്കാര്യത്തിൽ പ്രത്യേക ബെഞ്ചുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക ബെഞ്ചുണ്ട്. എന്നാൽ സിനിമാ മേഖലയിലെ ഈ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ പോകുന്നു എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും നിർണായകമായ ഒരു ഇടപെടലായി വേണം കാണാൻ. തീർച്ചയായും അതാണ് പ്രധാനം. CN പ്രകാശാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. സർക്കാർ 10 മുൻപ് റിപ്പോർട്ട് നൽകണം എന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ ഘട്ടത്തിൽ ആജ്ഞ രവീന്ദ്രൻ കൂടിയുണ്ട്. ആജ്ഞ, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ മേഖലയിലുണ്ടായ ഒരുപാട് പ്രകമ്പനങ്ങൾ, ഒരുപാട് വെളിപ്പെടുത്തലുകൾ, കൂടുതൽ ആളുകൾ നടന്മാർക്കെതിരെ വരുന്നു. 19ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അന്വേഷണം ആരംഭിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഏറ്റവും അതിന്റെ മറ്റൊരു തലമായാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ വളരെ ഗൗരവതരമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. ഒരു ബെഞ്ച് തന്നെ രൂപീകരിക്കുകയാണ്. വിശാലമായ ബെഞ്ച് തന്നെ ഈ കേസ് പരിഗണിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്? സിനിമാ മേഖലയിലെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവർക്ക് ഏറെ നിർണായകമാണ്, ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് കോടതി ഇടപെടൽ എന്നുകൂടി കാണേണ്ടേ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് നിരവധി പരാതികൾ, നിരന്തരം ഇങ്ങനെ പരാതികൾ വരുന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി വന്ന് നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം, അഭിമുഖീകരിക്കേണ്ടി വന്നൊരു സാഹചര്യത്തിലാണ് സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ നിയോഗിക്കുന്നുണ്ടായത്. അതിൽ തന്നെ എന്താണ് അവരുടെ നോംസ്, അതല്ലെങ്കിൽ ഏത് തരത്തിലാണ് കേസുകൾ എടുക്കുന്നത്, മുൻപ് തള്ളിപ്പോയ കേസുകൾ അല്ലെങ്കിൽ മുൻപ് പരാതിക്ക് പരിഹാരം കാണാത്ത നിരവധി കേസുകളൊക്കെ SITയുടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇത് കൃത്യമായി ഹൈക്കോടതി തന്നെ, അതും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ പുതിയ ബെഞ്ച് വരുന്നു. അത് ഈ 10-ാം തീയതിക്കുള്ളിൽ അക്കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയുന്നത്. എന്തായാലും 5 ദിവസം മുൻപേ തന്നെ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിഗണിക്കും. അതിന് പരിഹാരം കാണും. അതല്ലെങ്കിൽ അതിനൊരു അതോറിറ്റി എന്നുള്ള നിലയിലേക്ക് ജഡ്ജിമാർ മാറുന്ന പരമായിട്ടുള്ള എല്ലാ വശങ്ങളും കൂടി ചേർത്തിണക്കിക്കൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അല്ലെങ്കിൽ അത്തരം പരാതികൾ, ലൈംഗിക അതിക്രമവും തൊഴിൽ പീഡനവും ഒക്കെ ഉന്നയിക്കുന്ന സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. അത്തരമൊരു നീക്കം സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നേരത്തെ തന്നെ, അതായത് ഹേമ കമ്മിറ്റി ആയിരുന്ന സാഹചര്യത്തിൽ തന്നെ എന്തുകൊണ്ടാണ് ഒരു ജഡ്ജിന്റെ മുൻപിൽ ഇത്തരം പരാതികൾ വന്നിട്ടും അത് ഇത്ര കാലം ഹൈഡ് ചെയ്ത് വെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ തിരിച്ചു വരാം. അബിൻ വർക്കിയുണ്ട്, യൂത്ത് കോൺഗ്രസ് നേതാവ്. അബിൻ വർക്കി, ഇവിടെ ഈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലാണ് സംഭവിക്കുന്നത്. ഒരു വിശാല ബെഞ്ച് തന്നെ പരിഗണിക്കാൻ പോകുന്നു. വനിതാ ജഡ്ജി ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറച്ചുവെക്കാൻ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളിലും നിയമ വഴികളിലേക്ക് നീങ്ങുകയാണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു നടപടി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ നിന്നുണ്ടായിരിക്കുന്നു. കാരണം സർക്കാർ ഈ വിഷയത്തിൽ വലിയ ഒളിച്ചുകൾ നടത്തുന്നത് എന്നുള്ള കൃത്യമായ ഒരു അവലോകനം ബഹുമാനപ്പെട്ട കോടതിക്കുമുണ്ട് എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് 5 പേരടങ്ങുന്ന വനിതാ ജഡ്ജിമാരടങ്ങുന്ന ഒരു പ്രത്യേക ബെഞ്ച് തന്നെ ഇതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ മുദ്രവെച്ച കവറിൽ വരുന്ന റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് പറയുമ്പോൾ വളരെ ശക്തമായ നടപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കാലങ്ങളായി ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന വിഷയങ്ങളിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വളരെ സ്വാഗതാർഹമാണ്. സർക്കാരിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ്. കാരണം സർക്കാർ ഇതിന്മേൽ കൃത്യമായ
അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു ഹൈക്കോടതി ബെഞ്ചിൽ വ്യവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. കൃത്യമായ അന്വേഷണവും അതിനകത്ത് FIR-ഉം അതിനകത്തൊരു നടപടിക്രമങ്ങളും നിയമ നടപടികളിലേക്ക് സർക്കാർ പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ വനിതകൾക്ക് വേണ്ടി, സിനിമാ മേഖലയിൽ നിന്നുള്ള സ്ത്രീകൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇടപെട്ട് ഒരു പ്രത്യേക ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി അവർ പരിഗണിക്കേണ്ടതുണ്ട്. അവർ പരിഗണിച്ച് അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിയമവഴികളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ഹൈക്കോടതി വിശ്വാസമാക്കുമ്പോൾ തന്നെ സർക്കാർ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിലെ ജനങ്ങളെയും ആ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെയും നടത്തിയ ആ നടപടികൾ 4.5 കൊല്ലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതുൾപ്പെടെ പുറത്തുവിട്ടപ്പോൾ തന്നെ 166 പേജ് മുക്കിയതുൾപ്പെടെ ഈ നാട്ടിൽ സ്ത്രീകൾ ഉന്നയിച്ച വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള നടപടികളും എടുക്കാതെ കുറ്റക്കാർക്കൊപ്പം നിന്ന, ഇരകളെ തള്ളിക്കളഞ്ഞ കുറ്റക്കാർക്കൊപ്പം നിന്ന സർക്കാരിനേറ്റ തിരിച്ചടിയാണിത്. അതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ ഇതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. CN പ്രകാശ് തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. CN പ്രകാശിലേക്ക് വരാം. നമുക്ക് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിച്ചു. വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാകും ഇനി ഹർജികളിൽ വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഹർജി നേരത്തെ പരിഗണിച്ചിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കവെയാണ് പുതിയ ബെഞ്ച് രൂപവൽക്കരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമായിരിക്കുന്നത്. ആജ്ഞ അത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഒരുപാട് പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് പരാതികൾ പോലീസിന് മുന്നിലുണ്ട്. സ്വാഭാവികമായും അത് കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും ചെയ്യും. എല്ലാം ഒരുമിച്ച് പരിഗണിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം നടന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ 4 or 5 പേരുടെ ഉണ്ട്. അത് ഒരുമിച്ചാണ് കോടതി പരിഗണിക്കുന്നത്. ഒരുമിച്ചൊരു തീരുമാനത്തിൽ കോടതി എത്തുമെന്നുള്ളതാണ്. കാരണം വിവിധ നടന്മാർക്കെതിരെ ഒരേ വനിത തന്നെ പരാതി നൽകിയ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ബെഞ്ചിന്റെ ഇനിയുള്ള ഈ പറഞ്ഞ പോലെ പരിഗണനാ വിഷയങ്ങളിൽ പ്രധാനമായും ഇത് തന്നെ ഉണ്ടാകും. വരുന്ന പരാതികളെല്ലാം ഈ ബെഞ്ചിൽ വാദം കേൾക്കും എന്നുള്ളത് ഈ ഹേമ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരവും നിർണായകവുമാണ്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖും ജസ്റ്റിസ് S. മനുവും ചേർന്ന ബെഞ്ചിൻ്റെതാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായത്. എന്തായാലും സജിമോൻ പാറയിലിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഇങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും. ഇതുവരെ ഉണ്ടായിരുന്ന അതല്ലെങ്കിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഉൾപ്പെടെ ആരൊക്കെ സംരക്ഷിക്കപ്പെടും, ആരൊക്കെ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലൊരു ഹൈക്കോടതി നേരിട്ടിടപെട്ട് തന്നെ ഇത്തരത്തിൽ ഒരു തീരുമാനം എത്തുന്നത്, അല്ലെങ്കിൽ വനിതാ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ള ഒരു പ്രത്യേക ഡിവിഷൻ ബെഞ്ച് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന ലൈംഗിക അതിക്രമത്തിന്റെയും അതല്ലെങ്കിൽ തൊഴിൽ പീഡനത്തിന്റെയും മറ്റ് വിവേചനങ്ങളുടെയും പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക എന്നുള്ള തരത്തിലേക്ക് മാറിയിരിക്കുന്നു. അത് കുറെ കൂടി അതിന് വിശ്വാസ്യതയുള്ള ഒരു ഇടത്തേക്ക് അത് മാറിയിരിക്കുന്നു. മറ്റ് ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സർക്കാരിനെതിരെ ആരോപണങ്ങൾ വരുന്നു, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അത് പരാതികൾ വരുന്ന, അതായത് സർക്കാരിന്റെ MLA തന്നെ അതിൽ കേസിൽ പങ്കാളിയായതുകൊണ്ട്, പ്രതിയായതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെയുള്ള നിരന്തര ആരോപണത്തിന് പ്രതിപക്ഷം ഇത്തരം പരാതികൾ ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. കാരണം ഇത്തരം പരാതികൾ നേരിട്ട് നിയമവിദഗ്ധർ തന്നെ ഇക്കാര്യത്തിൽ അതല്ലെങ്കിൽ വിധിന്യായം പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ് എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ തന്നെ അതിനൊരു ഒതന്റിസിറ്റി കൂടുന്നു എന്നുള്ളതും, അതല്ലെങ്കിൽ വിമർശനപരമായുള്ള സാഹചര്യങ്ങളിലേക്ക് ഇത്തരം പരാതികളെ വലിച്ചിഴക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ വെളിപ്പെടുത്തലുമായി സ്ത്രീകൾ വന്നേക്കാം. ഇതുവരെയുള്ള അതായത് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആദ്യം ദിവസം മുതൽ ഇങ്ങോട്ട് കണക്കെടുത്താൽ തന്നെ എണ്ണപ്പെടാത്ത തരത്തിലേക്ക്, അതല്ലെങ്കിൽ തുറന്നു പറയാൻ ധൈര്യപ്പെടാതെ ഇരിക്കുന്ന സ്ത്രീകൾ പോലും അതിനൊരുമ്പെട്ടിറങ്ങിയിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ഇടപെടൽ, അതല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം
ഈ സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന സധൈര്യം മുന്നോട്ട് വന്ന് തങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരാതികൾ ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്താനും ബോധ്യപ്പെടുത്താനും തയ്യാറായ സ്ത്രീകൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത്തരം പരാതികൾക്ക് അല്ലെങ്കിൽ ഇനിയും ഇത്തരം പരാതികൾ ഉള്ള ആളുകൾ തന്നെ അതല്ലെങ്കിൽ തുറന്നു പറയാൻ മടിയുള്ള ആളുകളെ തന്നെ തയ്യാറെടുപ്പിക്കുന്ന തരത്തിലേക്ക് ഇതിന്റെ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അതല്ലെങ്കിൽ സധൈര്യം സ്ത്രീകൾക്ക് മുന്നോട്ട് വന്ന് തങ്ങൾ ഇത്തരത്തിൽ അട്രോസിറ്റിക്ക് ഇരയായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അത് ക്ലിയറായി കേൾക്കാനുള്ള ഒരു ഡിവിഷൻ ബെഞ്ചാണ് രൂപീകൃതമാകുന്നത്. എന്തായാലും 10-ാം തീയതിക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുണ്ടാകും എന്നാണ് സിനിമാ മേഖലയിലുണ്ടായ അനുരണനങ്ങൾ നമുക്കറിയാം. ഒരുപാട് പരാതികൾ. അഡ്വക്കേറ്റ് പ്രജി ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് പ്രജി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിൽ ഹൈക്കോടതിയിൽ ഒരുപാട് പരാതികൾ ഉണ്ടാകുന്നു. പോലീസിന് മുന്നിലും 19ഓളം പരാതികളുണ്ട്. ഇങ്ങനെ ഒരു വിശാല ബെഞ്ച് പരിഗണിക്കുന്നത് എന്നുള്ളത് ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ? തീർച്ചയായും ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി മാത്രമല്ല, കേരളത്തിലും അതോടൊപ്പം തന്നെ ഇന്ത്യയിലും വനിതാ സുരക്ഷ കുറച്ചുകൂടെ ഉറപ്പാക്കണം. ഈ തരത്തിൽ 10-12 വർഷം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് സ്ത്രീകൾ അവർക്കെതിരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളുമായി നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർക്ക് സ്വതന്ത്രവും സുരക്ഷിതവുമായി മൊഴി പറയുവാനും നടപടികൾ എതിർകക്ഷികൾക്കെതിരെ സ്വീകരിക്കാനുമുള്ള അവസരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു പുരോഗമനപരമായ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. തീർച്ചയായും ഈ തരത്തിലുള്ള ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വനിതകൾക്ക് ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ച് വനിതകളായ ജഡ്ജിമാരാവുമ്പോൾ കൂടുതൽ ആ തരത്തിലുള്ള വിഷയങ്ങളെ പരിഗണിക്കാനും മനസ്സിലാക്കാനും കഴിയും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി ദേവൻ രാമേന്ദ്ര സാറിനെയൊക്കെ പോലെയുള്ള പ്രതിഭാസമ്പന്നന്മാരായിട്ടുള്ള ജഡ്ജസ് വളരെ പുരോഗമനപരമായിട്ടുള്ള നീക്കങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് എല്ലാ മേഖലയിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയായി നമ്മളുടെ നാട്ടിൽ വനിതകളുടെ ശാക്തീകരണം നടക്കുന്നു. ആ ശാക്തീകരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വനിതകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന നിരവധി പ്രശ്നങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വനിതകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നടപടികൾ എല്ലാം തന്നെ തുടച്ചു നിൽക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് തീർച്ചയായും ഹൈക്കോടതി ഇത്തരത്തിലുള്ളൊരു ഐതിഹാസികമായ നീക്കത്തിലേക്ക് പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് പി എ പ്രജി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന വിവരം. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.